പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദദായകമായ സന്തോഷകരമായൊരു രാവാണ് മീലാദു ഷരീഫിൻ്റെ നബിദിനത്തിൻ്റെ രാവാണ് ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോടെ നമ്മിലേക്ക് കയറി വരാൻ പോകുന്നത്. ഈ പരിശുദ്ധ രാവ് എന്താ? ഈ രാവിൻ്റെ മഹത്വം എന്താ? നാളത്തെ പകലിൻ്റെ മഹത്വം? ഇന്നത്തെ രാവിൽ നമ്മൾ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. ഇന്ന് വിശ്വാസികളൊന്നും മനസ്സുവെച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. ആ ദുആ ചെയ്യുന്നതിന് പ്രത്യേക ശൈലിയൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, എന്തെല്ലാമാണ് ഇന്നത്തെ രാത്രി നാളത്തെ പകലിൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? സൗഭാഗ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് അൻവാറെ ഫജറിൻ്റെ ഫാമിലി ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, കമൻറ്റിൽ സന്തോഷങ്ങൾ പറഞ്ഞു പോകുന്ന ഒട്ടനവധി ആളുകൾ, എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ അള്ളാഹു സ്വർഗത്തിൽ ഒരിടം നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബേ നീ നടത്തി തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും നീ ബർസഖ് സ്വർഗീയ ആനന്ദമുള്ളതാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. വിശ്വാസികളായ മുസ്ലിം ഉമ്മത്തിന് മുഴുവൻ 200 കോടിയിൽ പരം വരുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ മനസ്സെന്ന് പറയുന്ന മാണിക്യ കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത രാജകുമാരനായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു മീലാദു ഷരീഫിൻ്റെ അവിടുത്തെ ജനനത്തിൻ്റെ മനോഹരമായ രാവ്, മീലാദിൻ്റെ രാവാണ് ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോടെ നമ്മിലേക്ക് കയറി വരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വാക്കുകൾക്ക് ദാരിദ്ര്യമാണ്. എത്ര വാക്ക് പറഞ്ഞാലും ഇന്നത്തെ രാവിനെ, അല്ലെങ്കിൽ ഇന്നത്തെ രാവിൻ്റെ ഓർമ്മകളെ, നാളത്തെ പകലിൻ്റെ പുണ്യങ്ങളെ പറഞ്ഞു തീർക്കാൻ ലോകത്ത് ഒരു പടപ്പിനും കഴിയില്ല. അവിടത്തെക്കുറിച്ച്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഒന്ന് പറയാം എന്ന് വിചാരിച്ചു വന്നവർ മുഴുവനും പറഞ്ഞു തീർക്കാൻ പറ്റാതെ ഇടക്ക് വെച്ച് അവരുടെ തോൽവി സമ്മതിക്കേണ്ടി വന്ന, എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അത്രയേറെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നവർക്ക് പോലും അവിടത്തെക്കുറിച്ച് പറഞ്ഞ് എവിടെയും എത്തിക്കാൻ കഴിയില്ല. കാരണം സ്വഭാവത്തെക്കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്നാണ്. ഈ വിശാലമായ പ്രപഞ്ചം, ദുനിയാവിനെക്കുറിച്ച് അള്ളാഹു വളരെ നിസ്സാരമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വഭാവം മാത്രം അദീമാണ്, ഏറ്റവും സമുന്നതമാണ് എന്നാണ് പറഞ്ഞത്. സ്വഭാവത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടുത്തെ മുഴുവൻ സംഗതികൾ, അവിടുത്തെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ ഓരോന്നും എങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുക? അപ്പോൾ മുസ്ലിം ഉമ്മത്തിന് വലിയ സന്തോഷകരമായ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവുണ്ട്, മിഅ്റാജിൻ്റെ രാവുണ്ട്, ലൈലത്തുൽ ബറാഅ നരകമോചനത്തിൻ്റെ പ്രത്യേക രാത്രിയുണ്ട്. അങ്ങനെ ഒട്ടനവധി രാവുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ രാവുകളുടെ എല്ലാം മഹത്വങ്ങളെ മറികടക്കുന്ന ഒരേ ഒരു രാവാണ് ഈ പ്രപഞ്ചത്തിൽ നടന്നത്. ഏതാ രാവ്? അവിടുത്തെ വിലാദത്ത് നടന്ന, ജനനം നടന്ന മനോഹരമായ രാവ് ലൈലത്തുൽ മൗലിദ്. അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട രാവ്. അതിൽ തർക്കമില്ല. എന്തുകൊണ്ട്? ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറും ലൈലത്തുൽ ബറാഅത്തും ലൈലത്തുൽ മിഅ്റാജും ലൈലത്തുൽ ജുമുഅയും എല്ലാം നമുക്ക് വന്നു കിട്ടാൻ കാരണം ആരാ? എല്ലാം ഇവിടെ സംവിധാനിക്കപ്പെടാൻ കാരണം പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ഇവിടെ നടക്കാൻ അള്ളാഹു തീരുമാനിച്ചില്ലെങ്കിൽ ഇവിടെ ലൈലത്തുൽ ഖദറോ ലൈലത്തുൽ ബറാഅത്തോ ലൈലത്തുൽ മിഅ്റാജോ ലൈലത്തുൽ ജുമുഅയോ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. എന്തിന്? ആദ്യ മനുഷ്യൻ ആദം നബി പോലും ഉണ്ടാകില്ല, സ്വർഗം പോലും ഉണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു മഹത്വം, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ പടപ്പാട്ടുകാരൻ മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, ആ വലിയ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ, പ്രകീർത്തനങ്ങൾ പാടി പറയാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച സൂഫിയായ വലിയൊരു മനുഷ്യനാണ്.
അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, അറിയാത്തവരുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാൻ പറ്റും. അത്ര വലിയ മഹാനാണ്. ആ മഹാനുഭാവൻ, ആ വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് അഡ്രസ്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആരാണ് നബി തങ്ങളുടെ പവർ എന്താണ് ആ ഭാഗത്ത് അദ്ദേഹം പറയുന്നത്, തൂ സാഹിബേ മിഅറാജ് ഹേ, തൂ സാഹിബേ ലൗലാക് ഹേ, रुतबा तेरे कदमों से है, मिला अरशे बरीं को, तू साहिबे मिअराज है. നബിയെ, അങ്ങൊരു പ്രവാചകനാണെന്ന് പറഞ്ഞു പോയാൽ പോരാ, അങ്ങ് അമ്പിയാക്കളിൽ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു പോയാൽ പോരാ, അങ്ങ് മുർസലീങ്ങളുടെ ലീഡറാണെന്ന് പറഞ്ഞു പോയാൽ പോരാ. അതൊന്നും എവിടെയും എത്തൂല്ല സംസാരം. തു സാഹിബേ മിഅറാജ് ഹേ, അങ്ങ് മിഅറാജിൻ്റെ സ്വാഹിബാൻ. 1,23,999 നബിമാർക്കും കൊടുക്കാത്ത മിഅറാജ് എന്ന് പറയുന്ന പരിശുദ്ധമായ മനോഹരമായ ഉന്നതമായ ആ മനോഹര യാത്രയുടെ സ്വാഹിബാൻ. ഈ ലോകത്ത് ജീവിച്ചിരിക്കെ അള്ളാഹുവിനെ ഡയറക്റ്റ് കാണാൻ കഴിയുന്ന, കാണാൻ കൊണ്ടുപോയി അത്രയാണ് മിഅറാജ്. ഈ ലോകത്ത് അമ്പിയാക്കൾക്കും ഒരു മഹാന്മാർക്കും അള്ളാഹു ആ ഓഫർ കൊടുത്തിട്ടില്ല. ഒരേ ഒരു മനുഷ്യനാണ് അങ്ങനെ പോയി കണ്ടത്. അതുകൊണ്ടാണ് തു സാഹിബേ മിഅറാജ് ഹേ, അങ്ങ് മിഅറാജിൻ്റെ സ്വാഹിബാൻ. അത്രയും വലിയ പവർ ആർക്കുമില്ല. തൂ സാഹിബേ ലൗലാക്ക് ഹേ, അങ്ങ് ലൗലാക്കിൻ്റെ സ്വാഹിബാൻ. എന്താ ഈ ലൗലാക്ക്? ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖതുൽ അഫ്ലാഖ്. നബിയേ, നിങ്ങളില്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ, പ്രപഞ്ചത്തെ തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. നബിയേ മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങുള്ളത് കൊണ്ടാണ് ഭൂമി ഉണ്ടായത്, അങ്ങുള്ളത് കൊണ്ടാണ് ആകാശമുണ്ടായത്, അങ്ങുള്ളത് കൊണ്ടാണ് ഗാലക്സികൾ ഉണ്ടായത്, അങ്ങുള്ളത് കൊണ്ടാണ് സമുദ്രമുണ്ടായത്, അങ്ങുള്ളത് കൊണ്ടാണ് മനുഷ്യനുണ്ടായത്. സർവചരാചരങ്ങളും അങ്ങ് സബബായതുകൊണ്ടുണ്ടായതാണ് നബിയേ. ലൗലാക മാ ഖലഖതുൽ ജന്ന. മുഅ്മിനീങ്ങൾ കാതോർത്തിരിക്കുന്ന അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് സമ്മാനം, ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന സ്വർഗം എന്തിനാ അല്ലാഹു പടയ്ക്കാൻ കാരണം? മുഹമ്മദ് നബി ഉള്ളത് കൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കേ, എല്ലാ നന്മകളും മുത്തു റസൂലിലൂടെയാണ് നമുക്ക് കിട്ടിയ നമ്മൾ മുസ്ലിമീങ്ങളായത്. നമുക്കല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിരിക്കുന്ന മനോഹരമായ പുണ്യമായ ജുമുഅ, നമുക്ക് വെള്ളിയാഴ്ച കിട്ടിയത്, നമുക്ക് പരിശുദ്ധമായ ഖുർആൻ വന്ന് കിട്ടിയത്, ലൈലത്തുൽ ഖദർ വന്ന് കിട്ടിയത്, നമുക്കല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിരിക്കുന്ന മനോഹരമായ റമളാൻ നമുക്ക് വന്ന് കിട്ടിയത്. ഏത് നിഅമത്തും ഇവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തായതുകൊണ്ടാണ്. ഈ പറയുന്ന ഒരു മഹത്വവും സ്ഥാനവും കഴിഞ്ഞുപോയ മൂസ നബിയുടെ സമുദായത്തിനില്ല, ഈസ നബിയുടെ സമുദായത്തിനില്ല. എന്തുകൊണ്ട്? അവർ പുണ്യ റസൂലിൻ്റെ ഉമ്മത്തല്ല, നമ്മൾ പുണ്യ നബിയുടെ ഉമ്മത്താണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര വലിയ സൗഭാഗ്യമാണ്, നിഅമത്താണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശ്വാസികളായ, ഉള്ളിൽ ഒരു ഇച്ചിരിയെങ്കിലും ഈമാനിൻ്റെ വോൾട്ടേജുള്ള, ബോധമുള്ള മുഴുവൻ ആളുകൾക്കും, വിശ്വാസികൾക്കും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നടന്ന രാവ്, മീലാദു ഷരീഫിൻ്റെ രാവ്, മീലാദു ഷരീഫ് നബിദിനം എന്ന് പറയുന്നൊരു ദിവസം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും വലിയ ആനന്ദദായകമായി വിശ്വാസികൾക്ക്, മുസ്ലിം ഉമ്മത്തിന് നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് പ്രമാണബദ്ധമാണ്. ആധികാരികമായ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും നമുക്ക് ഏറ്റവും പുണ്യകരമായി തന്നെ അടയാളപ്പെടുത്തിയതാണ്. എത്രയേറെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ. എവിടെയാണ് അതിൻ്റെ എവിഡൻസ് ഉള്ളത്? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഏതാ സ്വഹീഹുൽ ബുഖാരി? അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്.
അള്ളാഹുവിൻ്റെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ആധികാരിക മുസ്ലിം ഉമ്മത്തിൻ്റെ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയിലാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൽ സന്തോഷിച്ചതിൻ്റെ പുണ്യം എത്രയുണ്ടെന്ന് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. അത് വിശ്വാസികൾക്ക് നെഞ്ചകത്തേക്ക് തുളഞ്ഞു കയറണം. ആ ഹദീസ് ഏത് ചാപ്റ്ററിലാണ് ഹദീസ് വരുന്നതെന്നറിയോ? കിതാബുൻ നിക്കാഹിൽ കാണാം. എത്രാം നമ്പർ ഹദീസാണ്? 5101 നമ്പർ ഹദീസാണ്. എന്താ ഹദീസിൽ പറയുന്നത്? അബൂലഹബ് എന്ന് പറയുന്ന ഖുർആൻ പച്ചയായി നരകമുണ്ട് എന്ന് പറഞ്ഞ, അതായത് ഒരു മുസ്ലിം അബൂലഹബിന് നരകമുണ്ടോ എന്ന് സംശയിക്കുക. അബൂലഹബിന് നരകമില്ല എന്നൊരാൾ പറഞ്ഞാൽ, അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളല്ലേ, അവിടുത്തെ അടുത്ത ആളല്ലേ, അബൂലഹബിന് നരകമുണ്ടാകില്ല എന്നൊരാൾ പറഞ്ഞാൽ ആ സെക്കൻഡിലെ ആൾ കാഫിറാവും, മുർത്തദാവും, ദീനിന്ന് പുറത്തു പോകും. കാരണം ഖുർആൻ പച്ചയായി പറയാം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അവിടത്തിൻ്റെ അവസ്ഥകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അത്തരം വലിയ അപകടത്തിൽ പെട്ടുപോയ അബൂലഹബിന് നരകത്തിൽ വെച്ചുകൊണ്ട് ആകെ കിട്ടുന്നൊരാശ്വാസം വിരലുകൾക്കിടയിലൂടെ ശുദ്ധജലം എല്ലാ തിങ്കളാഴ്ചയും ഫത്ഹുൽ ബാരി ചേർത്ത് വായിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് സംഭവം, എന്താ അവിടെ എന്താ ഈ ഒരു പുണ്യം. അതായത് ഇത്രയേറെ പ്രയാസകരമായ നരകത്തിൽ ഒരു ശുദ്ധമായ കുടിനീര് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? ഒരു റക്അത്ത് അറിയാതെ നിസ്കരിച്ചു പോയതോ ഒരു തറാവീഹിന് കൂടിയതോ അല്ല. പിന്നെന്താ? ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന വാർത്ത, സഹോദരനൊരു പുത്രൻ പിറന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വന്നിട്ട് സുവൈബ എന്ന് പറയുന്ന അടിമസ്ത്രീ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉടമയോട്, നേതാവിനോട്, അബൂലഹബിനോട്. ഇത് കേട്ട മാത്രം ഒരു കുഞ്ഞു പിറന്നു എന്നുള്ള സന്തോഷത്തിൻ്റെ പേരിൽ ഈ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമസ്ത്രീയെ അന്തി താലിക്കത്തുൻ, നീ സ്വതന്ത്രയായി, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. കാരണം ഈ ഒരു സന്തോഷം, ഗുഡ് ന്യൂസ് വന്ന് പറഞ്ഞല്ലോ, ആ സന്തോഷത്തിൽ കുഞ്ഞ് ജനിച്ചു എന്നുള്ള സന്തോഷം നബിയാന്നറിയില്ല, ഇത് ഖുർആനുമായി കൊണ്ടുവരുന്ന ആളാണെന്ന് മനസ്സിലായില്ല, ഒന്നും അറിയില്ല. അറിയാതെ അങ്ങോട്ട് ബഹുമാനിച്ചു, സന്തോഷിച്ചു പോയി. അക്കാരണം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിഇതാഖത്തി സുവൈബ ഇങ്ങനെ ഹദീസിലുള്ളത്, ആ മോചനം കാരണമായിട്ടാണ് ഈ പുണ്യം കിട്ടിയത്. നരകാവകാശിയായ, ഖുർആൻ നരകമുണ്ട്, നരകത്തിലാണെന്ന് പച്ചയായി പറഞ്ഞ, നാശം പറഞ്ഞ, ലഅനത്ത് പറഞ്ഞ അബൂലഹബിന് പോലും ആ ജനനത്തിൽ അറിയാതെ സന്തോഷിച്ചു പോയതിൻ്റെ പേരിൽ ഇത്രയേറെ സൗഭാഗ്യം നരകത്തിലേക്ക് പോലും അള്ളാഹു കൊടുത്തയച്ചെങ്കിൽ, മുവഹിദീങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, അവിടത്തോട് സുന്നത്തിനോട് താല്പര്യമുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാനും നന്മ പറയാനും അവിടുത്തെ ചങ്കായി നടക്കുന്ന വിശ്വാസികളായ നമ്മൾ ആ ജനനത്തിൽ സന്തോഷിച്ചാൽ പുണ്യം കിട്ടുമെന്ന് മനസ്സിലാക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ മിനിമം കോമൺ സെൻസ് മതിയല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് നമ്മളുള്ളത്. ആ സന്തോഷത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന എല്ലാം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൽകിയ നിഅമത്ത്, അത് കേവല നിഅമത്തല്ല, അൻ-നിഅമത്തുൽ കുബ്ര, കിട്ടിയ നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്താണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയത് പുണ്യ റസൂലിലൂടെയാണ്. അപ്പോൾ ഏറ്റവും വലിയ നിഅമത്ത് പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിഅമത്ത് വന്ന് കിട്ടിയ ഈ മീലാദ് ഷരീഫിൻ്റെ പുണ്യ നബിദിനത്തിൻ്റെ ദിവസം ആവർത്തി വർഷത്തിൽ വരുമ്പോൾ അതിൽ ഈ സന്തോഷം കാണിക്കുക, ശുക്ർ, അള്ളാഹിനോട് നന്ദി കാണിക്കുക. പടച്ചോനെ, നീ ഞങ്ങൾക്ക് വലിയ നിഅമത്താണ് ചെയ്തതല്ലാ എന്നുള്ള ശുക്ർ കാണിക്കൽ പ്രിയപ്പെട്ടവരെ വിശ്വാസികൾക്ക് നിർബന്ധമാണ്. ശുക്റുൽ മുൻഇമി വാജിബുൻ. നിഅമത്തുകൾ എടുത്താൽ പോരാ, അതിന് ശുക്ർ കാണിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. ആ നിഅമത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്കെല്ലാം കിട്ടി, ഞങ്ങളൊന്നും മിണ്ടൂല്ല, ഞങ്ങളൊന്നിലും ഇല്ല എന്ന് പറഞ്ഞിരിക്കലാണോ? അല്ല. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അതങ്ങോട്ട് പറയണം, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ വലിയ നിഅമത്ത് വന്ന് കിട്ടി, വലിയ സന്തോഷം വന്ന് കിട്ടി. അതന്നെ നമ്മൾ വിളിച്ചു പറയുന്നത്, അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാ അസ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. നമ്മൾ ആ നിഅമത്ത് കിട്ടിയതാണ് എടുത്തു പറയുന്നത്. അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ. അല്ലാഹു നിഅമത്ത് ചെയ്താൽ ആ നിഅമത്ത് കിട്ടിയിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു നന്ദിയും കാണിക്കാതിരിക്കുന്നതല്ല അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ. അല്ലാഹു ചെയ്ത നിഅമത്തിനെ പറയാന്ന് പറയും, ഞങ്ങൾക്കത് കിട്ടിയെന്ന് അഭിമാനത്തോടെ പറയാം എന്ന് പറയുന്നത് ശുക്റുൻ, അത് നന്ദി കാണിക്കലാണ്. വതർക്കുഹാ കുഫ്റുൻ.
ഇത് മുഴുവൻ വന്ന് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പുണ്യ സമ്മാനം കിട്ടി. ആ വർഷം ആ ദിവസമൊക്കെ കയറി വന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫാണ്. ഖുർആൻ പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി, അതിൻ്റെ മുസന്നിഫാണ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ. 3 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാഠമുള്ള വലിയ മഹാനാണ് അൽ ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ. ആ മഹാനുഭാവൻ പറയുന്നുണ്ട്, ഈ വർഷാവർഷം ദിവസം ആവർത്തിച്ചു വരുമ്പോൾ അതിൽ ശുക്ർ കാണിക്കുക, നന്മ കാണിക്കുക എന്ന് പറഞ്ഞത് പരിശുദ്ധമായ ദീൻ അനുവാദം നൽകിയ വിഷയമാണ്. ഇതിലിടപെട്ട് സംസാരിക്കാത്ത ആരുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാൾ അതിനെ ഉപേക്ഷിക്കുക, ഒന്നും പറയുന്നില്ല നിഅമത്തിനെ പറ്റി. നബിദിനത്തിന് ആ വിഷയത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങളതിനില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ കുഫ്റുൻ, അത് കുഫറാണ് എന്ന് പറഞ്ഞാൽ കുഫ്റാനുൻ നിഅമത്ത്, കിട്ടിയ നിഅമത്തിനെ നിഷേധിക്കലാണ്, നന്ദികേട് കാണിക്കലാണ്. ഒരിക്കലും പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും എവിഡൻസൊക്കെ മാറ്റിവെക്കുക, ദലീലുകളൊക്കെ നീക്കി വെക്കുക. ചുമ്മാ ഇരുന്നിട്ട് നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ചുമ്മാ ഇരുന്നിട്ട് മനസാക്ഷിയോടൊന്ന് ചോദിച്ച്, അള്ളാഹു ഇത്രയും വലിയ നിഅമത്ത് ചെയ്ത് റബീഉൽ അവ്വൽ 12-ന് ഇന്നത്തെ രാവ് നാളത്തെ പകൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും ഓർക്കാതെ, അതിനെക്കുറിച്ച് ഒന്നും പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഒരു സന്തോഷത്തിലും പങ്കെടുക്കാതെ നമ്മൾ ഇങ്ങനെ മാറി നിൽക്കാമെന്ന് പറയുന്നത്, മനസാക്ഷിയോടൊന്ന് ചോദിക്കുക. ഇത്രയും വലിയ നിഅമത്ത് കിട്ടിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും കഴിയില്ല, ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ മനസാക്ഷി അനുവദിക്കില്ല. പിന്നെ നമ്മളെ തടയുന്നത് മറ്റു പലതുമാണ്. അതെല്ലാം പൈശാചികമാണ്. കാരണം പിശാചിൻ്റെ ടാർഗറ്റ് എന്താണെന്നറിയോ? എന്താ ടാർഗറ്റ്? വലാ തജിദു അക്തറഹും ഷാക്കിരി. ശുക്ർ ചെയ്യാൻ ഞാൻ വിടില്ല. ഈ ഒരു നിഅമത്തിയുടെ ശുക്ർ ചെയ്യാൻ ഞാൻ വിടില്ല. ഏറ്റവും വലിയ നിഅമത്തുൽ കുബറ അവിടെ കിട്ടിയിട്ട് അതിനെ ശുക്ർ ചെയ്യാൻ വിടില്ല എന്ന് പറയുന്നത്, തടയുന്നത് പൈശാചികമാണ്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകാനോ നീങ്ങാനോ പാടില്ല. തീർച്ചയായും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യണം? ഇന്നത്തെ രാവിലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് അതാദ്യം മനസ്സിലാക്കിയിരിക്കണമല്ലോ. ഇന്നത്തെ രാവിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം, മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ അതൊക്കെയാണ്. ഖുർആൻ പാരായണം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ ജീവചരിത്രങ്ങൾ, അവിടുത്തെ ജനനത്തിൻ്റെ അത്ഭുതങ്ങൾ, അവിടുത്തെ സുന്നത്തുകൾ, അവിടുത്തെ ചരിത്രങ്ങൾ, ചരിത്ര പശ്ചാത്തലങ്ങൾ, ഇതൊക്കെ മദ്ഹുകൾ, സ്വലാത്തുകൾ, സ്വലാത്തുമില്ല, സ്വലാത്തു അലൻ നബി, ഇതൊക്കെ സ്വലാത്താണ്. ആ സ്വലാത്ത് നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഖുർആൻ പാരായണം, മദ്ഹ് കീർത്തനങ്ങൾ, സ്വലാത്ത്. രണ്ടാമത്തെ നെക്സ്റ്റ് വൺ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയുള്ള ദുആ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിട്ടി എന്ന് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയ ദുആ ഉണ്ടല്ലോ. ഖുർആനിൻ്റെ ആയത്ത് വിശദീകരിച്ചും തഫ്സീറിലൊക്കെ ആധികാരികമായ തഫ്സീറിലൊക്കെ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുലാക്കി, അള്ളാഹുവെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹു കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഖൈറിലാക്കി നൽകണേ അല്ലാ. ചോദിക്കാനുള്ളത് മുഴുവനും ഇന്നത്തെ രാത്രി മനസ്സറിന്ന് ചോദിച്ചു നോക്കി. ചോദിക്കുന്നത് ഇങ്ങനെയാകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് എല്ലാം ചോദിക്കാം. ചോദിക്കുന്നത് മുഴുവൻ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. 3 ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഭക്ഷണ വിതരണം എല്ലാ നാടുകളിലും അള്ളാഹു തൗഫീഖ് കൊടുത്ത മുഴുവൻ ആളുകൾക്കും അത് വിതരണം ചെയ്യാനും കഴിക്കാനൊക്കെ വലിയ സൗഭാഗ്യം വന്ന് കിട്ടുന്ന കാര്യമാണ്. ഭക്ഷണ വിതരണം എല്ലാ നാടുകളിലും നടക്കുന്നുണ്ട്. അന്നദാനം നടക്കുക, അതേപോലെ ഘോഷയാത്ര, കുട്ടികൾക്ക് മധുരം കൊടുക്കുക. ഇതൊക്കെ എത്ര നന്മയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. റബീഉൽ അവ്വൽ വരുമ്പോൾ കുട്ടികൾക്കെല്ലാം വലിയ ആനന്ദമാണ്, വലിയ സന്തോഷമാണ്. ആ സമയത്ത് ചില ഭാഗ്യം നഷ്ടപ്പെട്ടു പോയ എത്ര വേദനയുണ്ടെന്നറിയൂ. ഇത്തരം പരിപാടികളിൽ നിന്നും പങ്കെടുക്കാതെ വീടിൻ്റെ ജനലിൽ നിന്നിട്ട് ചെറിയ കുഞ്ഞു കുട്ടികളെ നോക്കുക. 100 ആയിരക്കണക്കിന് കുട്ടികൾ സന്തോഷത്തോടെ മധുരം നുകർന്നിട്ടിങ്ങനെ കുഞ്ഞുവായിൽ സ്വലാത്തും ചൊല്ലിയിട്ട് മധുഹം പാടിയിട്ടിങ്ങനെ നടക്കുമ്പോൾ, ആ ഘോഷയാത്ര കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ മാറി നിന്ന് ജനലിൽ നിന്നുകൊണ്ട് വിഷമിക്കുന്ന ഉമ്മച്ചി എനിക്കും പോകണമെന്ന് പറയുന്ന ആ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ. ആരോടാണ് നമ്മൾ ഈ വാശി കാണിക്കുന്നത്? ആവശ്യമില്ലാതൊന്നും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അത്തരം പുണ്യങ്ങളൊക്കെ ഭാഗവാക്കാക്കുക. പിന്നെ മനസ്സ് നിറച്ച് അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇന്നത്തെ രാവിൽ ഇതിന് സമാനമായ അന്നത്തെ രാവിൽ അള്ളാഹു നൽകിയ ഈ നിഅമത്ത്, പുണ്യനബിയുടെ കാര്യത്തിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ നിഅമത്ത് വല്ലാത്ത നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്താക്കിയത് തന്നെ ഏറ്റവും വലിയ ബഹുമാനമാണ്.
ഏറ്റവും വലിയ ആദരവാണ്. അപ്പോൾ ഈ പുണ്യങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടാൻ കാരണക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹകീർത്തനങ്ങൾ, സ്വലാത്ത്, മറ്റു നമ്മുടെ മഹല്ലിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും എല്ലാ നിലക്കും നമ്മളെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നിലക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, വിജയിപ്പിച്ചു കൊടുക്കണം എല്ലാ പരിപാടിയും. ഇത് നമ്മുടെ റസൂലിൻ്റെ പരിശുദ്ധമായ ഓർമ്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ സൗഭാഗ്യം, വലിയ പുണ്യകരമായ ഇന്നത്തെ രാവിൻ്റെ നാളത്തെ പകലിൻ്റെ എല്ലാ പോരിശയും നേടാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവർക്കും അള്ളാഹു എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിച്ച് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.